ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ വാർത്തകളിൽ രണ്ട് വാർത്തകളായിരുന്നല്ലോ. ഒന്ന് ശബരിമല വിഷയവും, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരൻ MP ഷാഫി പറമ്പിലിന് അടിയേറ്റ് മൂക്കിന്റെ പാലം തകർന്നതും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. എന്നിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ മെഡിക്കൽ ബുള്ളറ്റിൻ പെട്ടെന്നിറക്കുന്നു, മൂക്കിന്റെ പാല ഒടിഞ്ഞു, ശസ്ത്രക്രിയ വേണം. പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിനോട് ഒരു അപേക്ഷയുണ്ട്. നിന്റെ കൂട്ടുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഡന കേസിനെ കുറിച്ച് സംസാരിച്ച് ഇതിന് ശേഷം മാത്രം മതി നിന്റെയൊക്കെ പൊതുപ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ടിറങ്ങാൻ, ജനങ്ങളെ പറ്റിക്കാൻ കേട്ടോ. ഈ പട്ടിഷോ ഒന്നും ജനങ്ങൾ പഴയ പോലെ അംഗീകരിക്കണമെന്നില്ല. ഇതൊരു പട്ടിഷോ ആണെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? പണ്ടൊക്കെ നീയൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടത്തിയല്ലോ, ചുമന്ന കളറിലെ മഷിക്കുപ്പിയായിട്ട് വന്നിട്ട് രക്തം പൊടിഞ്ഞതായിട്ട്. പഴയ പോലൊന്നും ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ലെന്ന് ഈ മണ്ടന്മാർക്ക് ഇന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഏത് ലോകത്താണ്? അത് തന്നെ വല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരൻ ഷാഫി പറമ്പില് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനൊന്നും അല്ലല്ലോ ഈ സമരം നടത്തിയതൊന്നും, ഈ പട്ടിഷോ നടത്തിയതൊന്നും. എങ്ങനെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന് അവന് 10 ഡയലോഗ് അടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, സ്വന്തം കൂട്ടുകാരന്റെ മുഖം രക്ഷിക്കുക. ഈ പട്ടിഷോ പാർട്ടിക്കാരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ത്രീ പീഡകന്റെ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറയുന്നു. എന്നാലും കോൺഗ്രസിന്റെ പൂർണ്ണ സപ്പോർട്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നു. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്ന് മറ്റൊരാളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആ സ്ഥാനം ഇന്നും ഒഴിവാക്കിയിടുന്നതിന്റെ അർത്ഥം എന്ത്? ഈ ഷാഫി പറമ്പിലിനെ പോലെ പരിക്കേറ്റവർ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. അവരൊക്കെ സാധാരണ ജനങ്ങളായിപ്പോയി. അവരെയൊക്കെ ഈ മാധ്യമങ്ങൾ കാണുന്നില്ല, അവർക്കൊട്ട് ഹൈപ്പും കൊടുക്കുന്നില്ല, അവർക്കൊരു ഇമ്പോർട്ടൻറ്റും കൊടുക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്കുള്ള പ്രിവിലേജ് മാത്രമേ നിങ്ങൾക്കും ഉള്ളൂ. ഈ മന്ത്രിക്കും MLA-ക്കും മതിയെന്നേ. വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടും ഈ സ്ത്രീ പീഡകനെ പോലുള്ളവരെ ചുമന്നുകൊണ്ട് നടക്കുന്നതിന്റെ ഉദ്ദേശം ഷാഫി പറമ്പിലൊക്കെ വിശദീകരിച്ചതിന് ശേഷം മാത്രം മതി നിന്റെയൊക്കെ ഈ പട്ടിഷോയും പൊതുപ്രവർത്തനം നടത്തലും കേട്ടാ. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അങ്ങ് മുമ്പിച്ചേക്കാന്ന് കരുതണ്ട കേട്ടോ.